الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമ്മൾ ഇന്നലെ 130 വരെ സൂറത്തുൽ അഅറാഫ് 130 വരെ പറഞ്ഞു. ഇന്ന് 131 132 ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا جاءتهم الحسنة قالوا لنا هذه وإن تصبهم سيئة يطيروا بموسى ومن معه ألا إنما طائرهم عند الله ولكن أكثرهم لا يعلمون. وقالوا مهما تأتنا به من آية لتسحرنا بها فما نحن لك بمؤمنين. فإذا جاءتهم الحسنة അവർക്കൊരു നല്ല സമയം വന്നാൽ, നല്ല കാലം വന്നാൽ, ഖാലു അവർ പറയും, ലനാ ഹാദിഹി ഇത് ഞങ്ങൾക്കുള്ളത് തന്നെയാണ്, ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് തന്നെയാണ്. വഇൻ തുസിബുഹും സയ്യിഅത്തുൻ ഒരു ചീത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു ചീത്ത സമയം കാലവും വന്നാൽ, യത്വയ്യറൂ ബി മൂസ അവർ മൂസായിൽ ദുശഗുണം കാണുന്നു. മൂസ വന്നതിൻ്റെ ശേഷം ഇവിടെ ഒരു ഖൈറും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ യത്തയ്യറൂ ബി മൂസ മൂസായിൽ ദുശഗുണം ആരോപിക്കുന്നു. വമമഅഹു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും. അലാ അറിയുക, ഇന്നമാ ത്വാഇറുഹും അവരുടെ ശകുനവും ദുശഗുനവും അല്ലെങ്കിൽ അവരുടെ ഭാഗധേയം ഇൻദല്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അത് തീരുമാനിക്കപ്പെടുന്നത്. വലാകിന്ന അക്സറഹും പക്ഷെ അതിലെ അധിക പേരും ഭൂരിഭാഗം ആളുകളും ലാ യഅലമൂൻ മനസ്സിലാക്കുന്നില്ല, കാര്യം ഗ്രഹിക്കുന്നില്ല. വഖാലു പിന്നെ അവർ പറയും, മഹ്മാ തഅ്തിനാ ബിഹി മിൻ ആയത്തിൻ നീ എന്ത് അടയാളങ്ങൾ കൊണ്ടുവന്നാലും ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നാലും, ലിതസ്ഹറന ഞങ്ങളെ ആകർഷിക്കുവാൻ, ഞങ്ങളെ വശീകരിക്കുവാൻ, ഞങ്ങളെ മാരണത്തിൽ അകപ്പെടുത്തുവാൻ, ബിഹ അതുകൊണ്ട്, ഫമാ നഹ്നു അപ്പോൾ ഞങ്ങളല്ല, ലക നിനക്ക്, ബിമുഅ്മിനീൻ വിശ്വസിക്കുന്നവരല്ല. അർത്ഥമൊന്നുകൂടെ പറയാം. ഫഇദാ ജാഅത്ഹുമുൽ ഹസനത്തു അവർക്കൊരു നല്ല കാലം അല്ലെങ്കിൽ നല്ല സമയം അല്ലെങ്കിൽ നല്ല അവസ്ഥ ഉണ്ടായാൽ, ഖാലു അവർ പറയും, ലനാ ഹാദിഹി ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങളുടെ യോഗ്യത കൊണ്ട്, ഞങ്ങളുടെ കഴിവ് കൊണ്ട്, ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ തന്നതാണെന്ന് അവർ പറയും. വഇൻ തുസിബുഹും സയ്യിഅത്തുൻ ഒരു ചീത്ത സമയം, ചീത്ത കാലം അല്ലെങ്കിൽ ഒരു പ്രയാസകരമായ അവസ്ഥ ഉണ്ടായാൽ, ബാധിച്ചാൽ എന്നാണ് അസ്വാബ, ബാധിച്ചാൽ അവർ സയ്യിഅത്തുൻ യത്വയ്യറൂ ബി മൂസ അപ്പോൾ അവർ മൂസയിൽ ദുശഗുണം ആരോപിക്കും. വമമഅഹു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും. അലാ അറിയുക, ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ് അവരുടെ ഭാഗധേയം, അവരുടെ ശകുനം ദുശഗുനം, അവരുടെ നന്മ തിന്മ അതൊക്കെ ഇൻദല്ലാഹ് അള്ളാഹുവിങ്കൽ നിന്നാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. വലാകിൻ അക്സറഹും ലാ യഅലമൂൻ എന്നാൽ അതിലെ അധികം ആളുകളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. വഖാലു അവർ പറഞ്ഞു, മഹ്മാ തഅ്തിനാ ബിഹി മിൻ ആയത്തിൻ നീ എന്തൊരടയാളം കൊണ്ടുവന്നാലും, ലിതസ്ഹറന ഞങ്ങളെ ആകർഷിക്കുവാൻ, ഞങ്ങളെ വശീകരിക്കുവാൻ, ബിഹ ആ അടയാളം കൊണ്ട്, ഫമാ നഹ്നു ലക അപ്പോൾ ഞങ്ങളല്ല നിനക്ക്, ബിമുഅ്മിനീൻ വിശ്വസിക്കുന്നവരല്ല. ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഫിർഔനിൻ്റെ മൂസാ നബി അലൈഹിസ്സലാമയോടുള്ള ധിക്കാരത്തിൻ്റെ ഫലമായി അവരെ ചില വിപത്തുകൾ, അതിലൊന്ന് സിനീന എന്ന് പറഞ്ഞു, വരൾച്ച. സിനീന സനത്തു എന്നുള്ളത്, ഞാൻ നല്ല സിനത്തു എന്ന് പറഞ്ഞു, സനത്തു എന്നുള്ളതിൻ്റെ തന്നെ ബഹുവചനമാണ് സിനീന.
സനത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വാക്കിനർത്ഥം കൊല്ലം എന്നാണ്, വർഷം. അതിൻ്റെ തന്നെ സന്ദർഭത്തിനനുസരിച്ച് അതിന് വരൾച്ച എന്ന് കൂടി ഒരു അർത്ഥം കിട്ടും. സനത്തൊന്ന് തിരിച്ചറിയാൻ വേണ്ടി അവിടെ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാവും. അതല്ലേ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ബിലോഴ് സിനീൻ എന്നോ അല്ലെങ്കിൽ അതത സിനീൻ എന്നോ എന്നൊക്കെ കൊല്ലമാണെന്ന് തിരിച്ചറിയാൻ പറ്റും ആ സാഹചര്യത്തിൽ വെച്ച്. ഇവിടെ ഫിറഔനിനെ പരീക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് സിനീൻ എന്നതുകൊണ്ട് സനത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനം സിനീൻ, വരൾച്ച എന്നാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ വരൾച്ച കൊണ്ടും ഉൽപാദന കമ്മി, അതായത് നഖ്സിമിന സമറാത്ത്, ഏത് സാധനമായാലും കൃഷി ചെയ്താൽ അതിന് ഉൽപാദനം കുറവ്, അതിൻ്റെ പഴവർഗം സമറത്ത് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫലമാണ്. അത് ചിലപ്പോൾ കിഴങ്ങായിരിക്കും, ചിലപ്പോൾ പഴമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പല വർഗ്ഗങ്ങൾ മൊത്തത്തിൽ നമ്മൾ അതിനർത്ഥം പറയാം. അപ്പോൾ അതിൻ്റെ കമ്മി, ഇത്തരത്തിൽ ഫിറൗനിൻ്റെ ആൾക്കാരെ നമ്മൾ പിടികൂടി. എന്തിനാ അല്ലാഹു തആല ഇടയ്ക്ക് ഇങ്ങനെ പിടികൂടുന്നത്? അവർക്കൊരു പാകത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് നെകളിപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയാറില്ലേ, സൗകര്യവും ഐശ്വര്യമൊക്കെ കുറച്ചുകൂടിയാൽ അവന് വറ്റു വിലങ്ങിന് കുത്തുക എന്ന് പറയില്ല. നമ്മൾ നാടൻ മട്ടത്തിലുണ്ടല്ലോ, അപ്പോൾ കുട്ടികളൊക്കെ അമിതമായി കളിക്കുക വിനോദിക്കുക, അത് വറ്റു വിലങ്ങിന് കുത്തിയിട്ട് അല്ലെങ്കിൽ തിന്നത് ഏറിയിട്ടാണ്, അതുകൊണ്ടുള്ള മതിപ്പാണ് നിനക്ക് എന്നൊക്കെ പറയാറുണ്ട്. എന്ന മാതിരി അവർക്ക് അവരുടെ സൗകര്യങ്ങൾ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അവരതിൽ നിഗളിക്കുകയും അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുകയും സ്വയം ദൈവമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നിടത്തോളം കാര്യമെത്തിയപ്പോൾ അവരെ വരൾച്ച കൊണ്ട് പിടികൂടി. വരൾച്ച ഉണ്ടായാൽ അതിൻ്റെ അനന്തര ഫലമാണ് അതിൻ്റെ അടുത്ത വിളവുകൾക്കൊക്കെ കമ്മി ഉണ്ടാകും എന്നുള്ളത്. ഇത്തരത്തിൽ നമ്മൾ അവനെ പരീക്ഷിച്ചു. പിന്നെ ഫൈദ ജാഅത്തുഹുമുൽ ഹസ്നത്ത്, അങ്ങനെ അവർ മൂസാ നബിൻ്റെ അടുക്കൽ വരും, മൂസാ നബീനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. മൂസാ നബി പ്രാർത്ഥിക്കും, അവരുടെ ദുരിതം അല്ലാഹു തആല നീക്കി കൊടുക്കും. ഇതേമാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിട്ടുണ്ട്, മക്കയിലെ ജീവിതത്തിൻ്റെ അവസാനമായപ്പോൾ. അപ്പോൾ ഇതാണ് ഇവിടെ ഫൈദ ജാഅത്തുഹുമുൽ ഹസനത്തു, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നല്ല കാലം വരികയും ചെയ്താൽ, ക്ഷാമത്തിനു ശേഷം ക്ഷേമമുണ്ടായാൽ, പ്രയാസത്തിനു ശേഷം എളുപ്പമുണ്ടായാൽ, ദുരിതത്തിനു ശേഷം ശാന്തിയും സമാധാനവും സൗകര്യവും ഉണ്ടായാൽ, അതാണ് ഫൈദ ജാഅത്തുഹുമുൽ ഹസനത്തു, നല്ല കാലം വന്നാൽ, നല്ല സമയം വന്നാൽ എന്നൊക്കെ പറഞ്ഞത്. ഖാലു, അവർ പറയും, ലനാ ഹാദിഹി, ഇതൊക്കെ ഞങ്ങൾക്കുള്ള തന്നെ, ഇത് ഞങ്ങൾക്ക് ദൈവം തമ്പുരാൻ തന്നതാ, അതുകൊണ്ട് തന്നെ ഞങ്ങളോട് അവനിഷ്ടം എന്നുള്ളതിനൊരു തെളിവാണുള്ളത്. ഞങ്ങളോട് അവനിഷ്ടമുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സൗകര്യങ്ങൾ കണ്ട. എന്തൊരു മഴയെ കിട്ടുന്നത്, എന്താണ് കൃഷിയുടെ ഒക്കെ ഒരു വളർച്ച, അതിനൊക്കെ നല്ല വിലയുണ്ട്, നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം അതിൽ കവിഞ്ഞ് നമുക്ക് വിൽപ്പനക്ക്, അപ്പോൾ അത് നാട്ടിൽ ക്ഷേമം. അതാണ് അവർ പറഞ്ഞത്, ഖാലു ലനാ ഹാദിഹി, ഇതൊക്കെ നമുക്ക് ലഭിക്കേണ്ടത് തന്നെയാണ്. വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, സയ്യിഅത്ത് പിടികൂടിയാൽ, സയ്യിഅത്താണ് നേരത്തെ പറഞ്ഞ വരൾച്ചയും വിഭവക്കമ്മിയും, അങ്ങനെ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായാൽ, അതാണ് സയ്യിഅത്ത്. ഹസന എന്നുള്ളതിൻ്റെ വിപരീതമാണ് സയ്യിഅത്ത്. യത്തയ്യറു ബി മൂസ, അവർ മൂസാൻ്റെ പണി, അതാ മൂസാൻ്റെ കാല് എപ്പോൾ ഇവിടെ കുത്തിയോ അപ്പം തുടങ്ങിയതാണ്. ഇത് നമ്മുടെ സഹോദരന്മാർ ചില ഹൈന്ദവ വിശ്വാസങ്ങളിലൊക്കെ ധാരാളമുണ്ട്. ആ പെണ്ണ് ജനിച്ചതിൻ്റെ ശേഷമാണ് ഇവിടെ എല്ലാ ദുരിതങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും കാരണം. എത്രത്തോളം എന്ന് വെച്ചാൽ ആ പെണ്ണിനെ ബലി കൊടുക്കണം എന്ന് പറയുന്ന മന്ത്രവാദികൾ വരെയുണ്ട്. മുസ്ലിം സമുദായത്തിലുണ്ട് അങ്ങനെ. ഓളെ കാലം എന്നിവിടെ ഇപ്പോഴും പറയാലോ, ഓൻ്റെ കാലം ഇവിടെ കുത്തിയത് എപ്പോഴാണോ അപ്പം മുതൽ ഇവിടെ മുടിഞ്ഞിരിക്കുന്നു. അതാണ് ഇത്തൊയ്യറ. ത്വയ്റുൻ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ്, ത്വയ്റുൻ പക്ഷി. അതിൽ നിന്നുണ്ടായ വാക്കാണ് ത്വയ്റത്ത് എന്ന വിമാനം എന്ന പറക്കുന്ന സാധനം. അതിൽ നിന്നുണ്ടായ വാക്കാണ് ഇത്തൊയ്യറ. ലക്ഷണം നോക്കുക, അതെങ്ങനെയാണ്? ഒരു കാര്യം കുറേ അറബികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിക്കും. പക്ഷി എങ്ങനെ നോക്കി നിൽക്കും. നമ്മളിപ്പോൾ ഒരു കല്യാണാലോചനയ്ക്ക് ഇറങ്ങിക്കുകയാണെങ്കിൽ, കല്യാണം നിശ്ചയിക്കാൻ ഇറങ്ങിക്കുകയാണ്, കല്യാണം ഉറപ്പിക്കാൻ ഇറങ്ങിക്കുകയാണ്, പോയി അന്വേഷിച്ച് കണ്ട്, അപ്പോൾ ഒരു പക്ഷിയെ നോക്കും. പക്ഷി വലതു ഭാഗത്തേക്കാണ് പറന്നു പോയതെങ്കിൽ അത് ഓക്കെ, ആ കാര്യം നടക്കും, അത് ശുഭകരമാണ്, അത് നല്ലതിനാണ്, നമുക്ക് ഇതായിട്ട് മുന്നോട്ട് പോകാം. അല്ല, പക്ഷി ഇടത് ഭാഗത്തേക്കാണ് പറന്നു പോയത് വെച്ചാലോ ഇത് മെച്ചല്ല, ഇത് ശരിയാവില്ല നമുക്ക്. കാരണം പക്ഷി ഉണ്ടോ ഇടത്തേക്കല്ലേ മാറിയത്, അത് ലക്ഷണക്കേടാണ്, അതോടെ നടത്താൻ പാടില്ല. ഇതാണ് ത്വയ്റിനെ നോക്കിയിട്ട് പക്ഷി. അതുകൊണ്ടാണ് ഇനി ത്വയ്യറ, പക്ഷികളെ നോക്കിയിട്ട് കാര്യങ്ങൾ, പക്ഷികളുടെ പറക്കൽ നോക്കിയിട്ട്, ലക്ഷണം നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. ഇന്ന് നമുക്കിടയിലും അങ്ങനെയില്ല. നമ്മൾ തമാശയാണെങ്കിൽ നമ്മൾ പറയാറില്ലേ, പൂവങ്കോഴി പെടക്കോഴി കൂവിക്കണ്, എന്തോ ആപത്തുണ്ടാകാൻ പോകണം. കാലങ്കോഴി, നമ്മളെ കുറ്റിച്ചുളാൻ കണ്ടോ, എവിടെ ഒരു മരണമുണ്ട്.
പല്ലി കൊക്കിക്കണ്, പറഞ്ഞത് സത്യമാണ്. കാക്ക കുറുകിക്കണ്, വിരുന്നേര് വരും. ഇതൊക്കെ നമ്മൾ അങ്ങനെ വിശ്വസിച്ചിട്ടല്ല, നമ്മളത് വെറും വർത്തമാനം പറയാം. എങ്കിൽ പോലും ഇത്തരത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ലക്ഷണം നോക്കി വിശ്വസിച്ചാലോ അത് ശിർക്കാട്ടോ, അത് അള്ളാഹുവിൽ വിശ്വാസമല്ലാത്തതിൻ്റെ അടയാളമാണ്. ഇങ്ങനെ ലക്ഷണം നോക്കിയിട്ട് വിശ്വസിക്കാൻ പാടില്ല. നമ്മളെ നാട്ടിലില്ലേ കരിമ്പൂച്ച വിലങ്ങിന് പറഞ്ഞ ഡ്രൈവർമാർ, തമിഴന്മാരൊക്കെ വണ്ടി അവിടെ നിർത്തും, വലിയ വണ്ടി. നമ്മളിങ്ങനെ റോഡ് ക്രോസ് ചെയ്തൊരു കറുത്ത പൂച്ചയോട് പാഞ്ഞാൽ തമിഴന്മാരിൽ അല്ലെങ്കിൽ വിശ്വാസമുള്ള അന്ന് പിന്നെ വണ്ടി എടുക്കൂല, അന്ന് അവിടെ സൈഡിൽ നിർത്തിയിട്ട് പോലും ഇറങ്ങി രാവിലെ ഓടിക്കും, കാരണം അപകടം ഉണ്ടാകാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള വിശ്വാസം ഇന്ന് നമ്മുടെ മുസ്ലിങ്ങളുടെ ഇടയിൽ അടക്കം ഈ ഡ്രൈവർമാരിൽ ഇങ്ങനെ പല പല അന്ധവിശ്വാസങ്ങളുണ്ട്. അത്തരത്തിൽ ജാറങ്ങൾ വർദ്ധിക്കണമെന്നൊക്കെ വെച്ചിട്ട് അതിൽ പൈസ ഇടുമല്ലേ അപകടത്തിൽ പെടാതിരിക്കാം. അത് അധികം നമ്മളെ നാട്ടിലുള്ളവരല്ല, മറ്റ് വിശ്വാസികളാണ്. ഇങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതിന് എന്താണ്? ശിർക്കപ്പെട്ടതാണ്, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതിൻ്റെ അവിടെ. അപ്പോൾ അത് അവരിൽ ധാരാളം ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് തന്നെയാണ് മറ്റു സമുദായങ്ങളിലേക്ക് വന്നു. മുസ്ലിം സമുദായത്തിലെ ദീനീ വിദ്യാഭ്യാസമില്ലാത്ത അറിവില്ലാത്ത ആളുകളിലും അത് ധാരാളമുണ്ട്. ഇത് നമ്മൾ സൂറത്ത് യാസീൻ പറയുന്ന തത്തയ്യർനാ ബിക്കും ലൈലൻ തൻതഹൂലൻ അർജുമന്നക്കും, അല്ലേ? നിങ്ങൾ ലക്ഷണക്കേടാണ്. നിങ്ങൾ ആരോടാ പറയുന്നത്? നബിമാരോട് നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ ലക്ഷണക്കേടാണ്. ഇങ്ങനെ കുട്ടികൾ ജനിച്ചാൽ ലക്ഷണക്കേട്, ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ അതെന്നെ ലക്ഷണക്കേട്, ഇങ്ങനെ മനസ്സിലാക്കുന്ന ചിലപ്പോൾ കുട്ടികളുടെ തന്നെ പറയും ഈ ചെകുത്താൻ ഇവിടെ പറന്നതിൻ്റെ ഫലമാണ് ഈ വീട്ടിലുണ്ടായ സകല ദുരിതത്തിനും കാരണം, അന്ന് തൊട്ട് ഇവിടെ മുടിഞ്ഞിരിക്കണം എന്ന് വരെ മരുമക്കളെ കെട്ടിക്കൊണ്ടെന്ന വീട്ടിൽ അന്ന് പിറ്റേന്ന് ആർക്കെങ്കിലും അപകടം ഉണ്ടായ അപ്പം പറയും. അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ ഇന്നും പുലർത്തുന്ന, എന്നിട്ട് അതിൻ്റെ പേരിൽ മക്കളെയും മരുമക്കളെയും ഒക്കെ പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്. അപ്പോൾ അവരുടെ ത്വായിർ പറഞ്ഞാൽ പക്ഷിക്കാണ് പറയുന്നത്, ത്വായിറെന്നും ത്വായിറാണ് പറക്കുന്നത് എന്ന്. ഇത്തരത്തിലുള്ള ലക്ഷണം നോക്കണീന് അയിമെന്നുണ്ടായ വാക്കാണ് ശുഭലക്ഷണം അശുഭലക്ഷണം നോക്കുന്നത് എന്നാണ് ഈ ത്വായിർ. അത് എവിടുന്ന്? അള്ളാഹുവാണ് ഇതൊക്കെ. നമ്മുടെ വിശ്വാസകാര്യമാണ്. ഏത്? നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ. അതല്ലാതെ ഒരു പക്ഷി പാറിയത് കൊണ്ടോ ഒരു പല്ലി കൊക്കിയത് കൊണ്ടോ നമ്മൾ സംഭവിക്കണം ഒക്കെ അള്ളാഹുവിൻ്റെ. നമ്മൾ ഈമാൻ കാര്യത്തിൻ്റെ 6ാമത്തെ കാര്യം എന്താ? നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതിൻ്റെ അടയാളമാണ് ഈ ലക്ഷണം നോക്കൽ. അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്. അവരുടെ ശുഭാശുഭങ്ങളൊക്കെയും അള്ളാഹുവിങ്കലാണുള്ളത്, അഥവാ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. അന്ധവിശ്വാസ അനാചാരങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വഖാലു, പിന്നെ അവർ പറയുകയും ചെയ്തു മഹ്മാ തഅ്തീനാ ബിഹി മിൻ ആയത്തിൻ, നീ എന്തൊരു അടയാളങ്ങൾ, എന്തൊരു ദൃഷ്ടാന്തങ്ങൾ, എന്തൊരു അത്ഭുതങ്ങൾ കൊണ്ടുവന്നാലും. മൂസാ നബിൻ്റെ വടിയുണ്ട്, മൂസാ നബിൻ്റെ കൈയുണ്ട്, അതിൻ്റെ പുറമെ മൂസാ നബി പ്രഖ്യാപിച്ചതും പ്രവചിച്ചതും അനുസരിച്ച് അവരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് വരൾച്ചയും വിഭവ കമ്മിയുമാണ്. ഇത്തരത്തിലുള്ള എന്തടയാളങ്ങൾ ഞങ്ങൾക്ക് നീ കൊണ്ടുവന്നാലും, ഞങ്ങളെ നീ പരീക്ഷിച്ചാലും, ഞങ്ങൾക്ക് നീ കാണിച്ചു തന്നാലും, ഈ തസ്ഹറനാ ബിഹി, ആയതിലൂടെ ഞങ്ങളെ വശീകരിക്കുവാൻ, സഹറ ഞങ്ങളെ മാരണത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് നിന്നിലേക്ക് ആകർഷിക്കുവാൻ, നിന്നിലേക്ക് വശീകരിക്കുവാൻ നീ എത്ര തന്നെ ചെയ്താലും ശരി, എന്ത് കൊണ്ടുവന്നാലും ശരി, ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നവരല്ല. ഫമാ നഹ്നു, അപ്പോൾ ഞങ്ങളല്ല, ലക നിനക്ക്, ബിമുഅ്മിനീൻ വിശ്വസിക്കുന്നവർ. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം. ഫഇദാ ജാഅത്തുഹുമുൽ ഹസനത്തു, അവർക്കൊരു നല്ല അവസ്ഥയുണ്ടായാൽ, ഖാലു, അവർ പറയും, ലന, ഞങ്ങൾക്കാണ്, ഹാദിഹി, ഇതൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചതാണ്, ഞങ്ങളോട് അല്ലാഹു തആല കരുണ ചെയ്തതാണ് എന്നവർ പറയും. വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, അവർക്കൊരു ചീത്ത, ഒരു പ്രയാസകരമായ അവസ്ഥയുണ്ടായാൽ, യത്തയ്യറു ബി മൂസ വമഅഹു, മൂസായിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും അവർ ദുർലക്ഷണം കാണും. അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, അവരുടെ ശുഭാശുഭങ്ങളൊക്കെയും അവരുടെ ശകുനവും ദുശകുനവും അല്ലെങ്കിൽ അവരുടെ ഭാഗധേയം അതൊക്കെ അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്, അള്ളാഹുവിങ്കലാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അവരിലെ ഭൂരിപക്ഷം ആളുകളും ഗ്രഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. വഖാലു മഹ്മാ തഅ്തിനാ ബിഹി മിൻ ആയത്തിൻ, പിന്നെ അവർ പറഞ്ഞു, നീ എന്തൊക്കെ അടയാളങ്ങൾ കൊണ്ടുവന്നാലും ശരി, ലിതസ്ഹറന, ഞങ്ങളെ വശീകരിക്കുവാൻ, ബിഹ, അതുകൊണ്ട്,
ഫമാ നഹ്നു അപ്പോൾ ഞങ്ങളല്ല ലക നിനക്ക് ബിമുഅ്മിനീൻ വിശ്വസിക്കുന്നവരല്ല. അല്ലാഹു തആല ഈ ദുനിയാവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഓരോ ഇടപെടലുകളിലും വിശ്വസിച്ചുകൊണ്ട് അവനിൽ വിശ്വാസദാർഢ്യമുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥാവിൻ്റെ അടയാളങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിന്നോട് തഖ്വ പുലർത്തി ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അറിവും കഴിവും തരുമാറാകണേ രക്ഷിതാവേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അലല്ലാഹി തവക്കൽനാ റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. ربنا افرغ علينا صبرا وتوفنا مسلمين. ربنا افرغ علينا صبرا وثبت اقدامنا وانصرنا على القوم الكافرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين.